ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അഡോൾഫ് വാഗ്നർ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദ അഡോൾഫ് വാഗ്നർ മോഡൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. ദ അഡോൾഫ് വാഗ്നർ മോഡൽ ആൾസോ നോൺ ആസ് വാഗ്നേഴ്സ് ലോ, ഇത് വാഗ്നേഴ്സ് ലോ എന്നും ഈ മോഡലിനെ അറിയപ്പെടുന്നുണ്ട്. ഈസ് എ തിയറി ഇൻ പബ്ലിക് ഫൈനാൻസ്, അതായത് ഇത് പബ്ലിക് ഫൈനാൻസിൽ വരുന്ന ഒരു തിയറിയാണ്. ഇത് പ്രപ്പോസ്ഡ് ബൈ ദ ജർമ്മൻ എക്കണോമിസ്റ്റ് അഡോൾഫ് വാഗ്നർ ഇൻ ദ ലേറ്റ് 19th സെഞ്ചുറി. 19ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ അഡോൾഫ് വാഗ്നർ എന്ന എക്കണോമിസ്റ്റ് ആണ് ഇദ്ദേഹം ജർമ്മൻകാരനാണ്. ഇദ്ദേഹമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ അഡോൾഫ് വാഗ്നർ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ പറയുന്നത്. അതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തും ഗവൺമെന്റ് സ്പെൻഡിങ്ങും. അതായത് നമുക്കറിയാം, ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോഴത്തേക്ക് എക്കണോമി കൂടുതൽ ഡെവലപ്ഡ് ആവുന്നു. ഗവൺമെന്റ് എന്തിനൊക്കെയാണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്? എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പം കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, റോഡ്സ്, അങ്ങനെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എക്കണോമി ഡെവലപ്പ് ആവുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ്, സജസ്റ്റിംഗ് ദാറ്റ് ആസ് ആൻ എക്കണോമി ഡെവലപ്സ് ആൻഡ് ഇൻകം ലെവൽസ് റൈസ്. അതായത് എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം അത് ഇൻകം ലെവലും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇൻകം ലെവൽ കൂടുന്നത്? ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയത് കൊണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് GDP ടെൻഡ്സ് ടു ഇൻക്രീസ്. അതായത് ഒരു GDP-യുടെ ഇത്ര ശതമാനം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എക്കണോമി ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ GDP-യിൽ നിന്ന് ഗവൺമെന്റ് സ്പെൻഡിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്രൊപ്പോർഷൻ കൂടുന്നതിനനുസരിച്ച് എക്കണോമിക് ഡെവലപ്മെന്റ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഈ മോഡലിൽ പറയുന്നത്. ഇനി നമുക്കിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് വാഗ്നേഴ്സ് ലോ. അതായത് ഒന്നാമത്തത്, എക്കണോമിക് ഗ്രോത്ത് ഡ്രൈവ്സ് പബ്ലിക് സ്പെൻഡിങ്. അതായത് എക്കണോമിക് ഗ്രോത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ പബ്ലിക് സ്പെൻഡിങ് കൂടുകയാണ്. അതായത് എങ്ങനെയാണ് അത് വരുന്നത്? അത് ആസ് എക്കണോമിക്സ് ഗ്രോ, അതായത് എക്കണോമി, ഒരു രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഇൻഡസ്ട്രിയലൈസ് ആകുമ്പോഴും ഗ്രോ ആൻഡ് ഇൻഡസ്ട്രിയലൈസ്, ദർ ഇസ് എ ഗ്രേറ്റർ ഡിമാൻഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യകത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള റോഡ് സൗകര്യം വേണം, പിന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഒരു ഡിമാൻഡ് വരികയാണ്. അത് മാത്രമല്ല, പിന്നെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഡിമാൻഡ്, സോഷ്യൽ വെൽഫെയർ ആൻഡ് പബ്ലിക് സർവീസസ്, ഇതിനൊക്കെ വേണ്ടിയുള്ള ഡിമാൻഡ് വരുമ്പോഴത്തേക്ക് ഗവൺമെന്റിന് അതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേ പറ്റൂ. ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് ഗവൺമെന്റ് സ്പെൻഡിങ്. അത് എന്തിലേക്ക് നയിക്കും? ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കും. അടുത്ത ഫീച്ചർ എന്നത് 3 സെക്ടേഴ്സ് ഓഫ് സ്പെൻഡിങ് ഗ്രോത്ത് ആണ്. അതായത് 3 സെക്ടറിലായിട്ടുള്ള സ്പെൻഡിങ് ഗ്രോത്ത് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് കൾച്ചറൽ ആൻഡ് വെൽഫെയർ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിൽ വരുന്നത് ഇൻക്രീസ്ഡ് വെൽത്ത് ആൻഡ് സൊസൈറ്റൽ ഡെവലപ്മെന്റ്. അതായത് വെൽത്ത് കൂടുമ്പോഴും സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴും ലീഡ് ടു ഹയർ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പം കൂടുതൽ എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഹെൽത്തിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇതിലേക്ക് വേണ്ടിയൊക്കെ സൊസൈറ്റലായിട്ട് എക്കണോമി ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് ഇതിലേക്കൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. ഡിഫൻസ് സംബന്ധമായിട്ടുള്ള, രാജ്യസുരക്ഷ സംബന്ധമായിട്ടുള്ള. അതായത് എക്സ്പാൻഡിങ് എക്കണോമീസ് റിക്വയർ മോർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഫോർ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള, അത് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ലോ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്നതിൽ ആൻഡ് നാഷണൽ ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് എക്കണോമി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എക്കണോമി കൂടുതൽ ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് എക്കണോമിക് റെഗുലേഷൻ ആൻഡ് സപ്പോർട്ട് ആണ്. ഓക്കെ, ഗവൺമെന്റ്സ് ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രിയിലേക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കും ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ വേണ്ടിയിട്ടാണ്? ടു സപ്പോർട്ട് സസ്റ്റൈൻഡ് എക്കണോമിക് ഗ്രോത്ത്, സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത്, അതായത് സുസ്ഥിര വികസനം എന്ന് പറയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് കോറിലേഷൻ വിത്ത് ഇൻകം ആണ്. അതായത് ആൾക്കാരുടെ കയ്യിൽ വരുമാനം കൂടുമ്പോഴത്തേക്ക് എക്കണോമിക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതായത് കൂടുതൽ അവർ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം ഹയർ ഇൻകം ലെവൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹയർ പബ്ലിക് സ്പെൻഡിങ്. അതായത് കൂടുതൽ ഇൻകം വരുമ്പോഴത്തേക്ക് പബ്ലിക് സ്പെൻഡിങ് കൂടുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ്? സിൻസ് വെൽത്തിയർ സൊസൈറ്റീസ് ഓഫൻ ഡിമാൻഡ് ബെറ്റർ പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് വെൽത്തിയർ ആയിട്ടുള്ള, സമ്പന്നമായ ഒരു സൊസൈറ്റി നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും അവർ ഡിമാൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ഗുഡ്സ് ആൻഡ് സർവീസ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആ ഒരു ഡയഗ്രം നോക്കാം. അതിൽ എക്സ് ആക്സിൽ റിയൽ പെർ ക്യാപിറ്റ ഇൻകം, അതായത് $1000 ആണ് കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിൽ റിയൽ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഓഫ് പബ്ലിക് ഗുഡ്സ്, അതും $1000 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ PG1 PG2, പബ്ലിക് ഗുഡ് 1 പബ്ലിക് ഗുഡ് 2 എന്ന 2 ലൈൻസ് കാണാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പം ആൾക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കൂടുതൽ ഗുഡ്സ് ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് പബ്ലിക് ഗുഡ് കൂടുതൽ അവർക്ക് പബ്ലിക് ഗുഡ്സ് കൊടുത്തേ പറ്റും. അതായത് പബ്ലിക് ഗുഡ് ഏതൊക്കെയാണ്? റോഡ്, ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ കൊടുത്തേ പറ്റും. അപ്പം അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പബ്ലിക് ഗുഡിന്റെ ആ ഒരു അളവ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണിത്.
ഇനി നമുക്ക് ഈ മോഡലിന്റെ വിമർശനങ്ങൾ നോക്കാം. ക്രിറ്റിസിസം ഓഫ് ദ വാഗ്നർ മോഡൽ. അതിൽ ഒന്നാമത്തത് കോസേഷൻ വേഴ്സസ് കോറിലേഷൻ ആണ്. ഓക്കെ, ഇതിൽ പറയുന്നത് critics argue that Wagner's law implies a one-way causation. അതായത് ഇതിൽ വിമർശിക്കുന്നവർ പറയുന്നത് വൺ വേ കോസേഷൻ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇതിൽ പറയുന്നത്. വൺ വേ കോസേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് എന്തിലേക്ക് നയിക്കുന്നു, വിച്ച് ലീഡ്സ് ടു ഹയർ പബ്ലിക് സ്പെൻഡിങ്. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു, ഹയർ പബ്ലിക് സ്പെൻഡിലേക്ക് നയിക്കുന്നു, ആണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത്. ബട്ട് ഇൻ റിയാലിറ്റി, വാസ്തവത്തിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ക്യാൻ ഓൾസോ ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും എന്തിലേക്ക് നയിക്കാം, എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കാം. അപ്പൊ അത് ഇതിൽ പറയുന്നില്ല, അതൊരു വിമർശനമാണ്. അടുത്ത ക്രോസ് കൺട്രി വേരിയേഷൻസ് ആണ്. ഇതിൽ വരുന്നത് നോട്ട് ഓൾ കൺട്രീസ് ഫോളോ വാഗ്നേഴ്സ് ലോ. എല്ലാ രാജ്യങ്ങൾക്കും വാഗ്നേഴ്സ് ലോ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ട് പബ്ലിക് പ്രിഫറൻസസിൽ, അതായത് അവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതിന്റെ ഡിഫറൻസ് കൊണ്ട് ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന മാറുന്നതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഈ വാഗ്നേഴ്സ് ലോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് എംപിരിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് ദ ലോ മേ നോട്ട് ഹോൾഡ് ഇൻ സം മോഡേൺ എക്കണോമിക്സ്. ചില മോഡേൺ എക്കണോമിക്സിൽ ഇത് ഈ ലോ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. എസ്പെഷ്യലി വെയർ ഗവൺമെന്റ്സ് എയിം ടു റെഡ്യൂസ് ദ പബ്ലിക് സെക്ടേഴ്സ് സൈസ്. അത് പബ്ലിക് സെക്ടറിന്റെ സൈസ് കുറച്ചുകൊണ്ട് വരുന്ന, അതായത് മാർക്കറ്റ് എക്കണോമി, പ്രൈവറ്റൈസേഷനിലേക്ക് പോകുന്ന ഒരു എക്കണോമി, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എക്കണോമിക്ക് ഈ ഒരു ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലവത്താകണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.